എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ വേവിച്ചതിൻ്റെയും നല്ലൊരു നെയ്മീൻ കറിയുടെയും റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്മീൻ കറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കിയതാണ്. ഇതിലേക്ക് 2-3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മാറ്റി വെക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മീനാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി അല്ലികൾ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കണം. വളരെ കുറച്ച് മീൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇനി കൂടുതലായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ മീൻ കറി പോലെ ചെയ്താൽ മതി. ഇനി ഒരു ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10-12 ഉലുവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞാൽ അധികം എരിവില്ല, എന്നാൽ നല്ല കളറും ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉലുവ നേരത്തെ ചേർത്തിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഒരു 1/8 ടീസ്പൂൺ കാണും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക, തണുത്ത വെള്ളം ഒഴിക്കരുത്. നമ്മളിവിടെ 1/2 കിലോ മീനാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മതി. കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർക്കാം. നമ്മളിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറി അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചാറൊക്കെ വറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റും കൂടെ നേരം ചെറുതീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാങ്ങുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇനി നമ്മളൊരു വലിയ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് വെള്ളത്തിലേക്കാണ് നമ്മൾ കപ്പ അരിഞ്ഞിടുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ നടുഭാഗത്ത് നാരില്ലാതെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളം തെളിയുന്നവരെ കഴുകിയിട്ടെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 4 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കിലോ കപ്പയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓരോ കപ്പയുടെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും, അതുകൊണ്ട് വേവുന്ന സമയം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് നോക്കുക. ചില കപ്പയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കപ്പ ഒരു 3/4 പരുവൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി മുളകും എടുക്കാവുന്നതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് നമ്മൾ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ അരപ്പൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ പരുവത്തിലൊന്ന് പൾസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേ സമയം കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. നമ്മളിതുവരെ കപ്പയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്താണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തെ ഉപ്പിൻ്റെ ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കും, അതാണ് ഉപ്പിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് എപ്പോഴും ഉപ്പിടേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്ന അളവിലായിരിക്കില്ല മറ്റൊരാൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചത് വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും അരപ്പും ഉപ്പും ഒക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീലാണ് കപ്പയും മീൻ കറിയും. പല സ്ഥലങ്ങളിലും പല പേരാണ് കപ്പയ്ക്കുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ചീനിയും മീനും എന്നാണ്
പറയുന്നത്. ചീനി, മരച്ചീനി, കപ്പ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് പേരിലാണ് കപ്പ അറിയപ്പെടുന്നത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കാം. അതുപോലെ നമ്മൾ കൂടുതൽ നോൺ വെജ് റെസിപ്പീസൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പികൾ എല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്